नमस्ते। आज हम एक निबंध पढ़ेंगे। नया पाठ का नाम गंगा मैया। प्रस्तुत पाठ भाग काका कालेलकर ने लिखा गया है। काका कालेलकर के बारे में सुनिए। काका कालेलकर का जन्म 1 दिसंबर 1885 को महाराष्ट्र के सतारा में हुआ था। उनका परिवार मूल रूप से कर्नाटक के कारवार जिले का रहने वाला था और उनकी मातृभाषा कोंकणी थी। उनका परिवार मूल रूप से कर्नाटक के कारवार जिले का रहने वाले था, इसलिए उनकी मातृभाषा कोंकणी थी। लेकिन वर्षों से गुजरात में बस जाने के कारण गुजराती भाषा पर उनका बहुत अच्छा अधिकार था और वे गुजराती के प्रख्यात लेखक समझे जाते थे। सालों से गुजरात में बस जाने के कारण उनको गुजराती भाषा पर बहुत अच्छा अधिकार था। वे गुजराती के प्रख्यात लेखक या प्रशस्त लेखक समझे जाते हैं। उन्होंने या काका कालेलकर ने पहले स्वयं हिंदी सीखी और फिर कई वर्ष तक दक्षिण में सम्मेलन की ओर से प्रचार कार्य किया। अपनी कौशलता, अपनी विलक्षणता और व्यापक अध्ययन के कारण उनकी गणना प्रमुख अध्यापकों और व्यवस्थापकों में होने लगी। हिंदी प्रचार के कार्य में जहाँ कोई दोष दिखाई देते अथवा किन्हीं कारणों से उसकी प्रगति रुक जाती है, गांधी जी काका कालेलकर को जांच के लिए वहीं भेजते। इसलिए राष्ट्रभाषा प्रचार समिति की स्थापना के बाद गुजरात में हिंदी प्रचार की व्यवस्था के लिए गांधी जी ने काका कालेलकर को चुना। नया काम सौंप जाने पर उन्होंने गुजराती का अध्ययन प्रारंभ किया। कुछ वर्ष तक गुजरात में रह चुकने के बाद वे गुजराती में धारा प्रवाह बोलने लगे। साहित्य अकादमी में काका साहब गुजराती भाषा के प्रतिनिधि रहे। साहित्य अकादमी में काका कालेलकर गुजराती भाषा के प्रतिनिधि रहे। गुजरात में हिंदी प्रचार को जो सफलता मिली उसका मुख्य श्रेय या मुख्य कीर्ति काका കാലേൽക്കർ है। അപ്പോൾ പറഞ്ഞു വന്നത് കാക്ക കാലേൽക്കറിൻ്റെ ജനനത്തെക്കുറിച്ചും മറ്റുമായിരുന്നു. അദ്ദേഹത്തിൻ്റെ ജനനം 1885 മഹാരാഷ്ട്രയിലെ സത്താര എന്ന സ്ഥലത്തായിരുന്നു. പക്ഷേ അദ്ദേഹത്തിൻ്റെ കുടുംബം കർണാടകയിലെ കാർവാർ എന്ന ജില്ലയിലെ ആളുകളായിരുന്നു. ശരിക്കും അദ്ദേഹം കർണാടകക്കാരനായിരുന്നു. പിന്നെ മഹാരാഷ്ട്രയിൽ വന്ന് അവരെ കുടുംബം താമസമാക്കിയത്. അപ്പോൾ അവരുടെ കുടുംബത്തിൻ്റെ വേരുകൾ കിടക്കുന്നത് കർണാടകയിലാണ്. അദ്ദേഹത്തിൻ്റെ മാതൃഭാഷ കൊങ്കിണി ഭാഷയായിരുന്നു അദ്ദേഹത്തിൻ്റെ മാതൃഭാഷ. പക്ഷേ അവർ കർണാടകയിൽ നിന്നും മഹാരാഷ്ട്രയിലേക്ക് താമസം മാറി വന്നു. പിന്നെ പിന്നെ വർഷങ്ങളോളം അദ്ദേഹം ഗുജറാത്തിൽ ജീവിക്കുകയാണ്. അപ്പോൾ ഗുജറാത്തിൽ കുറേ കാലങ്ങളോളം ജീവിച്ചിട്ട് അദ്ദേഹം ഗുജറാത്തി ഭാഷയിൽ വളരെയധികം അറിവ് നേടിയെടുത്തു.
അങ്ങനെ അദ്ദേഹം ഗുജറാത്തി ഭാഷയിലെ പ്രമുഖ എഴുത്തുകാരൻ എന്ന നിലയിൽ ഉയർന്നു വന്നു. അദ്ദേഹം ഹിന്ദി ഒട്ടും വശമില്ല, ഒട്ടും അറിയാത്ത ആളായിരുന്നു കാകാ കാലേൽക്കർ. പക്ഷേ ആദ്യമേ തന്നെ അദ്ദേഹം സ്വയം ഹിന്ദി സിഖി എന്ന് പറയുന്നത്, സ്വയം, സ്വന്തം പ്രയത്നത്താൽ അദ്ദേഹം ഹിന്ദി പഠിക്കുകയും പിന്നെ വർഷങ്ങളോളം ഹിന്ദി സമ്മേളനങ്ങളിലൊക്കെ അദ്ദേഹം പങ്കെടുക്കുകയും അതിൻ്റെ പ്രചാരണത്തിന് വേണ്ടി പ്രവർത്തിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. പിന്നെ അത് മാത്രമല്ല, ഹിന്ദി പ്രചാരണം എവിടെയെങ്കിലുമൊക്കെ പ്രയാസങ്ങൾ നേരിടുമ്പോൾ അന്ന് ഗാന്ധിജി കാകാ കാലേൽക്കറിനെയാണ് ഈ പ്രയാസങ്ങൾ നേരിടുന്ന പ്രദേശത്തേക്കൊക്കെ എന്താണ് അവിടെ പ്രയാസങ്ങൾ, ഹിന്ദിയുടെ പുരോഗതിക്ക് അല്ലെങ്കിൽ ഹിന്ദി വ്യാപിപ്പിക്കുന്നതിൽ എന്താണ് തടസ്സമെന്ന് അന്വേഷിക്കുന്നതിന് വേണ്ടി കാകാ കാലേൽക്കറിനെയായിരുന്നു ഗാന്ധിജി എപ്പോഴും ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലേക്ക് പറഞ്ഞു വിട്ടിരുന്നത്. അതുകൊണ്ട് തന്നെ പിൽക്കാലത്ത് രാഷ്ട്രഭാഷാ പ്രചാർ സമിതി എന്നു പേരുള്ളൊരു സമിതിക്ക് ഗാന്ധിജി രൂപം കൊടുത്തു. അപ്പോൾ അതിൽ അദ്ദേഹം കാകാ കാലേൽക്കറിനെയാണ് അതിൻ്റെ ചുമതല ഏൽപ്പിക്കാനായിട്ട് തിരഞ്ഞെടുത്തത്. അപ്പോൾ കാകാ കാലേൽക്കർ ഹിന്ദിയുടെ പ്രചാരണത്തിനും ഹിന്ദി എല്ലായിടത്തും, ഇന്ത്യയിൽ, ഭാരതത്തിൽ എല്ലായിടത്തും വ്യാപിപ്പിക്കുന്നതിലുമൊക്കെ വളരെ വലിയ പങ്ക് വഹിച്ചിട്ടുണ്ട് എന്നാണ് പറയുന്നത്. അപ്പോൾ ആ കാലത്ത് ഗാന്ധിജി ജീവിച്ചിരുന്ന കാലഘട്ടത്തിലായിരുന്നു ഇദ്ദേഹം ജീവിച്ചിരുന്നത്. അപ്പോൾ ഗാന്ധിജിയായിരുന്നു ഇദ്ദേഹത്തെ ഈ പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയിട്ട് ചുമതല ഏൽപ്പിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നത്. പിന്നെ അതുപോലെ തന്നെ ഗുജറാത്തി ഭാഷയിൽ ഇദ്ദേഹം വളരെയധികം പ്രാവീണ്യം നേടിയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് അദ്ദേഹത്തിനെ ഗുജറാത്തി ഭാഷയിലെ പ്രമുഖ ലേഖകരിൽ ഒരാളായിട്ടാണ് കണക്കാക്കുന്നത്. മാത്രമല്ല, സാഹിത്യ അക്കാദമി ഗുജറാത്തി ഭാഷയിലെ ഒരു പ്രതിനിധി എഴുത്തുകാരൻ എന്ന നിലയിൽ കാകാ കാലേൽക്കറിന് വലിയ പങ്ക് നൽകുന്നുണ്ട്, വലിയൊരു സ്ഥാനം കൊടുക്കുന്നുണ്ട്. അപ്പോൾ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ കർണാടകക്കാരനായിട്ടും അദ്ദേഹം സ്വപ്രയത്നം കൊണ്ട് ഹിന്ദി പഠിച്ച് ഹിന്ദിയുടെ പ്രചാരണത്തിനും ഹിന്ദിയുടെ പ്രസാരണത്തിനും എന്ന് പറഞ്ഞ പോലെയൊക്കെ വളരെ വലിയ പങ്ക് വഹിച്ച ഒരു എഴുത്തുകാരനായിരുന്നു. അപ്പോൾ കാകാ കാലേൽക്കർ എഴുതിയിട്ടുള്ള ഒരു ചെറിയൊരു ലേഖനമാണ് നമുക്ക് അടുത്തതായിട്ട് പുതിയ പാഠഭാഗം പഠിക്കാനുള്ളത്. പാഠഭാഗത്തിൻ്റെ പേര് ഗംഗാ മയ്യ. ഗംഗ എന്ന് പറഞ്ഞാൽ ഗംഗാ നദി, മയ്യ എന്നാൽ അമ്മ എന്നാണ് അർത്ഥം. അപ്പോൾ ഗംഗാ മയ്യ എന്ന് വെച്ചാൽ ഗംഗാ മാതാവ്. അപ്പോൾ ഗംഗാ നദിയെക്കുറിച്ച് നമ്മളൊക്കെ കേട്ടിട്ടുണ്ടാവും, പഠിച്ചിട്ടുണ്ടാവും. ഗംഗാ നദിയെക്കുറിച്ചാണ് ഈ ഒരു ലേഖനത്തിൽ കാകാ കാലേൽക്കർ പറയുന്നത്. ഗംഗാ നദിയുടെ പ്രത്യേക വിശിഷ്ടതകളെക്കുറിച്ചൊക്കെയാണ് പറയുന്നത്. അപ്പോൾ അദ്ദേഹം ഒരു തുടക്കം പറയുന്നത്, ഭാരതത്തെ ഒരുപാട് നദികളുടെ രാജ്യമെന്ന് നമുക്ക് പറയാം. ഒരുപാട് നദികൾ നമ്മുടെ ഭാരതത്തിലൂടെ ഒഴുകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നദികൾ മനുഷ്യ സംസ്കാരം. അപ്പോൾ നദികൾ മനുഷ്യരുടെ സംസ്കാരത്തിൻ്റെ വികാസത്തിൽ ബഡാ യോഗ്ദാൻ, വലിയ പങ്ക് വഹിച്ചിട്ടുണ്ട്. അപ്പോൾ നദികളുടെ തീരങ്ങളിലാണല്ലോ ഓരോ സമൂഹവും ഉടലെടുത്തത്. ഇപ്പോൾ സിന്ധു നദീതട സംസ്കാരം എന്നൊക്കെ ചരിത്രത്തിൽ പഠിച്ചു കാണും. അപ്പോൾ പണ്ട് കാലം മുതലേ നദികളുടെ തീരങ്ങളിലാണ് ഇങ്ങനെ ഓരോ സംസ്കാരങ്ങൾ രൂപം കൊണ്ടിട്ടുള്ളത്. കാരണം എന്താ, നദിക്കരയിൽ ജീവിക്കുമ്പോൾ ക്ഷാമം അല്ലെങ്കിൽ വരൾച്ച അല്ലെങ്കിൽ ഭക്ഷണത്തിനുള്ള പ്രയാസം ഒരിക്കലും ഉണ്ടാവില്ല. അതുകൊണ്ടാണ് പണ്ട് കാലം മുതലേ ജനങ്ങൾ നദിക്കരകളിൽ അവരുടെ ജീവിതം ആരംഭിക്കാൻ തുടങ്ങിയത്. അപ്പോൾ അതുകൊണ്ടാണ് പറയുന്നത്, നദികൾ മനുഷ്യ സഭ്യതാക്കെ വികാസ്മേ ബഡാ യോഗ്ദാൻ ഹെ. മനുഷ്യ സംസ്കാരത്തിൻ്റെ വികാസത്തിൽ ബഡാ യോഗ്ദാൻ, വലിയ പങ്കാണ് നദികൾക്ക് ഉള്ളത്. മാത്രമല്ല, ഭാരതമേ നദിയാം സംസ്കൃതി കാ മഹത്വപൂർണ്ണ ഹിസ്സാ ഹെ. മാത്രമല്ല, നമ്മുടെ ഭാരതത്തിൽ നദികൾ നമ്മുടെ സംസ്കാരത്തിൻ്റെ മഹത്വപൂർണ്ണ ഹിസ്സ, വലിയൊരു മഹത്വപൂർണ്ണമായിട്ടുള്ളൊരു ഹിസ്സ, ഭാഗവും കൂടിയാണ്. അപ്പം നമ്മുടെയൊക്കെ നമ്മുടെയൊക്കെ സംസ്കൃതിയുടെ വലിയൊരു ഭാഗവും കൂടിയാണ് ഭാരതത്തിൽ നദികൾ അല്ലെങ്കിൽ നദികൾക്ക് ഉള്ളത്.
അതുകൊണ്ട് തന്നെ ഭാരതത്തിൽ നദിയോം കോ മാം മാനാ ജാതാ ഹെ. നമ്മുടെ ഭാരതത്തിൽ നദിയോം കോ, നദികളെ മാം, അമ്മ എന്ന ഒരു സ്ഥാനത്താണ് മാന ജാതാ ഹെ നമ്മളൊക്കെ കാണുന്നത്, പരിഗണിക്കുന്നത്. അപ്പോൾ സ്ത്രീകളുടെ പേരാണല്ലോ മിക്കതും നദികൾക്കൊക്കെ, മിക്കതും നല്ല എല്ലാ നദികൾക്കും സ്ത്രീകളുടെ പേരാണ് കൊടുത്തിട്ടുള്ളത്. അപ്പം അതുകൊണ്ട് ആ സ്ത്രീകളുടെ പേര് കൊടുക്കുന്നതിൻ്റെ പിന്നിലുള്ള ആ ഒരു ഉദ്ദേശം എന്താ, നദികളെ അമ്മയ്ക്ക് തുല്യമായിട്ട്, അമ്മയായിട്ട് ആണ് ഭാരതത്തിൻ്റെ സംസ്കാരം പണ്ടുകാലം മുതലേ കണ്ടുവരുന്നത്. അതുകൊണ്ടാണ് ഈ നദികൾക്കൊക്കെ മിക്കതും സ്ത്രീകളുടെ പേരുകൾ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ നദികൾ അമ്മയുടെ സ്ഥാനത്താണ് ഭാരത സംസ്കാരത്തിൽ കാണപ്പെടുന്നത്. അപ്പോൾ നമുക്ക് ഗംഗാമയ്യ എന്ന ഈ പാഠഭാഗത്തിലെ കുറച്ച് ചെറിയൊരു ഭാഗം നോക്കാം. ഇവിടെ കാക്ക കാലേൽക്കർ ഭീഷ്മരെക്കുറിച്ച് പറഞ്ഞുകൊണ്ടാണ് ഈ ലേഖനം ആരംഭിക്കുന്നത്. എന്താ പറഞ്ഞിട്ടുള്ളത് നോക്കൂ. ഗംഗ കുച്ച് ഭി ന കർത്തി, സിർഫ് ദേവവ്രത് ഭീഷ്മ കോ ഹി ജന്മ ദേത്തി. ഗംഗാ നദി കുച്ച് ഭി ന കർത്തി, മറ്റൊന്നും ചെയ്യുന്നില്ല. ഗംഗാനദി ദേവവ്രത് ഭീഷ്മ കോ ഹി ജന്മ ദേത്തി. ദേവവ്രത് ഭീഷ്മ എന്ന് വെച്ചാൽ ദേവവ്രത് അല്ലെങ്കിൽ കഠിനവ്രതം എടുത്തിട്ടുണ്ടായിരുന്ന ഭീഷ്മർക്ക് ജന്മം കൊടുത്തവളായിരുന്നു ഗംഗാനദി. കഠിനവ്രതം എടുത്ത്, അതായത് കഠിനവ്രതം എന്ന് പറഞ്ഞാൽ ഭീഷ്മർ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ഒരു വലിയ ഒരു വ്രതം, ഒരു ശപഥം എടുത്തിട്ടുണ്ടായിരുന്നു. ജീവിതത്തിൽ ഒരിക്കലും വിവാഹം കഴിക്കില്ല എന്ന്. അതിൻ്റെ ഒരു കാരണമൊക്കെ ഉണ്ട്. അപ്പോൾ അങ്ങനെയുള്ളൊരു കഠിന ശപഥം എടുത്തിട്ടുള്ള ഭീഷ്മർക്ക് ജന്മം നൽകിയവളാണ് ഗംഗാനദി എന്നാണ് പുരാണം പറയുന്നത്. അതാണ് ഇവിടെ പറയുന്നത്, സിർഫ് ദേവവ്രത് ഭീഷ്മ കോഹി ജന്മ ദേത്തി. ദേവവ്രതനായിട്ടുള്ള ഭീഷ്മർക്ക് ജന്മം നൽകിയവളായിരുന്നു ഗംഗാ നദി. മാത്രമല്ല ആര്യജാതിക്ക് മാതാക്കെ തൗർ പർ വഹ് ആജ് പ്രഖ്യാത് ഹോത്തി ഹേ. അത് മാത്രമല്ല, ഭീഷ്മർക്ക് ജന്മം നൽകിയത് എന്ന പ്രത്യേകത മാത്രമല്ല ഗംഗാനദിക്ക്, പിന്നെയോ ആര്യജാതിക്ക് മാതാ. ആര്യജാതി നമ്മൾ കേട്ടിട്ടുണ്ടാവും, നിങ്ങൾ ഹിസ്റ്ററിയിലൊക്കെ പഠിച്ചിട്ടുണ്ടാവും. ആര്യ സംസ്കാരവും ദ്രാവിഡ സംസ്കാരവും ഒക്കെ ഭാരതത്തിൽ. അപ്പം ആര്യ സംസ്കാരത്തിലുള്ള മനുഷ്യർ, ആര്യജാതിയുടെ മാതാക്കെ തൗർപ്പർ, അമ്മ എന്ന നിലയിലും ഗംഗ പ്രഖ്യാത് ഹോത്തി, പ്രശസ്തയാണ്. അപ്പോൾ ആര്യ സംസ്കാരത്തിലെ മനുഷ്യർക്ക്, ആര്യ സംസ്കൃതിയിലെ ജനങ്ങളുടെ അമ്മ എന്ന നിലയിലും ഗംഗാനദി പ്രശസ്തയാണ്. അപ്പോൾ രണ്ട് കാര്യങ്ങൾ പറഞ്ഞു. ഒന്ന്, ഭീഷ്മർക്ക് ജന്മം കൊടുത്തവൾ എന്ന നിലയിൽ ഗംഗ പ്രശസ്തയാണ്. അതുപോലെ ആര്യ സംസ്കാരത്തിൻ്റെ മാതാവ് എന്ന നിലയിലും ഗംഗാനദി പ്രശസ്തയാണ്. ഹം ഗംഗാക്കോ ആര്യ संस्कृति के आधार स्तंभ महापुरुष की माता के रूप में पहचानते हैं. അപ്പം അതുകൊണ്ട് തന്നെ നമ്മൾ ഗംഗാ നദിയെ ആര്യ സംസ്കൃതിക്ക് ആധാർ സ്തംഭ മഹാപുരുഷ്, ആര്യ സംസ്കാരത്തിൻ്റെ അടിസ്ഥാന ശിലയായ മഹാപുരുഷനായിട്ടുള്ള ഭീഷ്മരുടെ മാതാവ്, അമ്മ എന്ന രൂപത്തിലാണ് പഹച്ചാൻതേ, തിരിച്ചറിയുന്നത്. അപ്പോൾ ഗംഗാനദിയെ കൂടുതലായിട്ടും എല്ലാവരും ആര്യ സംസ്കാരത്തിൻ്റെ അടിസ്ഥാന ശിലകളായിട്ടുള്ള അല്ലെങ്കിൽ ആധാരശില എന്ന് വിശേഷിപ്പിക്കുന്ന ഭീഷ്മരുടെ അമ്മ, ഭീഷ്മരുടെ മാതാവ് എന്നാണ് ഗംഗാനദിയെ പുരാണത്തിൽ എല്ലാവരും പറയപ്പെടുന്നത്. ഇനി ഗംഗയെക്കുറിച്ച് കാക്ക കാലേൽക്കർ പറയുന്നത് ഇങ്ങനെയാണ്. നദി കോയി ഉപമ ശോഭ ദേത്തി ഹെ തോ വഹ് മാതാ കി ഹെ. നദിക്കോ, ഒരു നദിക്ക്, കോയി ഉപമ, ഒരു ഉപമ ചേരുമെങ്കിൽ, ഒരു നദിക്ക് ഒരു ഉപമ ചേരുമെങ്കിൽ ആ ഉപമ എന്താ? മാതാ കി ഹേ, മാതാവ് അല്ലെങ്കിൽ അമ്മ എന്നതാണ്. അപ്പോൾ ഒരു നദിയെ നമ്മൾ ഏതെങ്കിലും ഒരു പദം കൊണ്ട് ഉപമിക്കുന്നുണ്ടെങ്കിൽ ആ ഉപമിക്കാനായിട്ട് ഏറ്റവും അനുയോജ്യമായിട്ടുള്ള പദം അമ്മ എന്ന പദമാണ്. കാരണം നദി കെ കിനാരെ പർ രഹനെ സെ അകാൽ കാ ഡർ തോ രഹ്താ ഹി നഹി. നദി കെ കിനാരെ രഹനെ സെ, ഒരു നദിയുടെ കിനാരെ, തീരത്ത്, രഹനെ സെ ജീവിക്കുന്നതിലൂടെ, അകാൽ കാ ഡർ, അകാൽ ക്ഷാമം അല്ലെങ്കിൽ വരൾച്ച, ഒരു നദിക്കരയിൽ ജീവിക്കുന്നത് വഴി വരൾച്ചയെ നമുക്ക് ഡർനാ നഹി രഹത്തി, ഭയക്കേണ്ടതില്ല,
അപ്പോൾ ഒരു നദിക്കരയിൽ താമസിക്കുന്ന കാലം ഒരിക്കലും നമുക്ക് ക്ഷാമം അല്ലെങ്കിൽ വരൾച്ച നേരിടും എന്ന ഭയമേ വേണ്ടതില്ല. മേഘരാജ ജബ് ധോക്ക ദേത്തെ ഹെ തബ് നദി മാതാ ഹി ഹമാരി ഫസൽ പക്കാത്തി ഹേ. ഇനി എന്താ? മേഘരാജ, അതായത് മേഘങ്ങൾ ഒരു പക്ഷേ നമ്മളെ ധോക്ക ദേത്തെ ഹേ, വഞ്ചിക്കും അല്ലെങ്കിൽ ചതിക്കും. ചില സമയത്ത് നമുക്ക് മഴ ലഭിക്കില്ല. അതാണ് മേഘരാജൻ അല്ലെങ്കിൽ മേഘരാജാവ് ചിലപ്പോൾ നമ്മളെ ചതിച്ചെന്നിരിക്കും. പക്ഷേ നദീമാത ഹമാരി ഫസൽ പക്കാത്തി ഹേ. പക്ഷേ മേഘങ്ങൾ ചതിച്ചാലും ശരി, നദീമാത അമ്മയാകുന്ന നദി നമ്മുടെ ഫസൽ പക്കാത്തി ഹേ, വിളവ് നമുക്ക് പക്കാത്തി ഹേ, പാകപ്പെടുത്തി തരും. അപ്പം മേഘങ്ങൾ ചതിച്ചാലും ഈ നദികൾ നമുക്ക് വേണ്ട ധാന്യങ്ങൾ ഉണ്ടാക്കി തരും. കാരണം മഴ കിട്ടിയിട്ടില്ലെങ്കിലും മുൻപ് ലഭിച്ച മഴയും ആ മഴയിൽ നിന്ന് ലഭിച്ച വെള്ളവും ഈ നദികൾ ശേഖരിച്ച് വെച്ചിട്ടുണ്ടായിരിക്കുമല്ലോ. അപ്പം അതുകൊണ്ട് തന്നെ ഒരു വട്ടം മഴ ചതിച്ചാലും ആ വർഷം നമുക്ക് ഈ നദിയിലെ വെള്ളം ഉപയോഗിച്ചിട്ട് കൃഷി ചെയ്യാം, നമുക്ക് ആവശ്യമായിട്ടുള്ള വിളവും ഉണ്ടാക്കിയെടുക്കാം എന്നാണ് ചുരുക്കം. നദി കാ കിനാര ശുദ്ധ ഔർ ശീതൾ ഹവ. ഒരു നദിയുടെ കിനാര, തീരം മിക്കതും ശുദ്ധ ഔർ ശീതൾ ഹവ, ശുദ്ധമായിട്ടുള്ള ശീതൾ തണുത്ത ഹവ, കാറ്റ് ഒക്കെ കിട്ടുന്നതായിരിക്കും. ഇപ്പം നദിക്കരകളൊക്കെ മാലിന്യ കൂമ്പാരങ്ങളാണ്, അത് മറ്റൊരു വശം. അപ്പോൾ പണ്ട് നദികളൊക്കെ ശരിക്കും ശുദ്ധമായിട്ടുള്ള വായു അല്ലെങ്കിൽ നല്ല തണുപ്പ് ലഭിച്ചിരുന്ന ഇടങ്ങളായിരുന്നു. നദി കെ കിനാരെ കിനാരെ घूमने जाए तो प्रकृति के मातृवात्सल्य के अखंड प्रवाह का दर्शन होता है. ഇനി നദി കെ കിനാരെ ഘൂം ജായേം തോ, ഒരു നദിയുടെ തീരത്ത് ഘൂം എന്ന് പറഞ്ഞാൽ ചുറ്റി നടക്കുക. ഒരു വെറുതെ നമ്മളൊരു നദിയുടെ തീരത്ത് ഒന്ന് ചുറ്റി നടക്കാൻ പോയി കഴിഞ്ഞാൽ പ്രകൃതിക്ക് മാതൃവാത്സല്യം, പ്രകൃതിയുടെ ഒരു മാതൃവാത്സല്യം, ആ ഒരു മാതൃവാത്സല്യത്തിൻ്റെ ഒരു പ്രവാഹത്തെ നമുക്ക് ദർശൻ ഹോത്താ ഹെ, അവിടെ അനുഭവിച്ചറിയാൻ സാധിക്കും. നദി ബഡി ഹോ ഉസ്കാ പ്രവാഹ ഗംഭീർ ഹോ तब तो उसके किनारे पर रहने वालों की शान शाकत उस नदी पर भी निर्भर करती है. ഇനി നദി ബഡി ഹോ, ഒരു നദി ബഡി ഹോ എത്രത്തോളം വലുതാണോ, ഉസ്കാ പ്രവാഹ്, ആ നദിയുടെ പ്രവാഹം എന്ന് വെച്ച് കഴിഞ്ഞാൽ നദിയുടെ ഒഴുക്ക് എത്രത്തോളം, ഗംഭീർ ഹോ എത്രത്തോളം വലുതാണോ അത്രത്തോളം, കിനാരെ പർ രഹ്നെ വാലെ, ആ നദിയുടെ കിനാരെ തീരത്ത്, രഹ്നെ വാലെ ജീവിക്കുന്നവരുടെ, ഷാൻ ഷാക്കത്ത് പ്രതാപം അല്ലെങ്കിൽ അവരുടെ ആ ഒരു മഹത്വം അത്രത്തോളം ആ നദിയെപ്പോലെ ബഡി ഹോത്തി ഹെ, വലുതായിരിക്കും. അപ്പോൾ ഒരു നദിയുടെ പ്രവാഹം എത്രത്തോളം വലുതാണോ, ആ നദിയുടെ വലിപ്പം എത്രത്തോളമാണോ അതിനനുസരിച്ച് അതിൻ്റെ തീരത്ത് ജീവിക്കുന്നവരുടെ ഷാൻ ഷാക്കത്ത് മഹത്വവും വലുതായിരിക്കും അല്ലെങ്കിൽ പ്രതാപവും വലുതായിരിക്കും. സച്മുച്ച് നദി ജൻ സമാജ് കി മാതാ ഹെ. സച്മുച്ച്, വാസ്തവത്തിൽ ഒരു നദി ജൻ സമാജ്, ഒരു ജനസമൂഹത്തിൻ്റെ മാതാവ് തന്നെയാണ്. ഒരു പ്രദേശത്ത് ഒരു നദി ഒഴുകുന്നുണ്ടെങ്കിൽ ആ നദിയുടെ തീരത്ത് ജീവിക്കുന്ന ആളുകൾ, അപ്പോൾ അവിടെ ഒരു ജനസമൂഹം തന്നെയാണ് ജീവിക്കുന്നത്. അപ്പോൾ ആ ജനസമൂഹത്തിൻ്റെ മാതാവായിരിക്കും ആ നദി. नदी किनारे बसे हुए शहर की गली गली में घूमते समय एकाध कोने से नदी का दर्शन हो जाए तो हमें कितना आनंद होता है. ഇനി ലേഖകൻ ഇങ്ങനെയാണ് പറയുന്നത്, നദി കിനാരെ ബസ്സേ ഹുയെ, ഒരു നദിയുടെ കിനാരെ തീരത്ത്, ബസ്സേ ഹുയെ ജീവിക്കുമ്പോൾ, ഒരു നദിയുടെ തീരത്ത് ജീവിച്ച ഒരാൾ, ഷഹർ കി ഗലീമേ, ഷഹർ ഒരു പട്ടണത്തിലെ, ഗലി ഏതെങ്കിലും ഒരു തിരക്കുള്ള തെരുവിലൂടെ, ഘൂംതേ സമയം ചുറ്റിക്കറങ്ങി നടക്കുന്ന സമയത്ത്, പെട്ടെന്ന് ഏകാദ് കോനേസ്, ഏകാദ് ഏതെങ്കിലും ഒരു കോന, മൂലയിലൂടെ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കോണിലൂടെ, നദി കാ ദർശൻ ഹോ ജായ്, ഒരു നദി ഒഴുകുന്നതെങ്ങാൻ കണ്ടു കഴിഞ്ഞാൽ, കിത്തന ആനന്ദ് ഹോത്താ ഹെ, എത്ര സന്തോഷമായിരിക്കും അയാൾക്ക് ഉണ്ടാവുക. എന്ന് വെച്ച് കഴിഞ്ഞാൽ നദിയുടെ തീരത്ത് സ്ഥിരമായിട്ട് ജീവിച്ചുകൊണ്ടിരിക്കുന്ന ഒരാൾ, ആ ഒരാൾ എപ്പോഴെങ്കിലും ഒരു പട്ടണത്തിൽ പോയിട്ട് കുറച്ച് നാൾ അവിടെ ജീവിക്കുകയാണ്. അപ്പോൾ ആ പട്ടണത്തിലെ ഓരോ തെരുവിലൂടെയും ഇങ്ങനെ വെറുതെ കറങ്ങി നടക്കുന്ന സമയത്ത് എവിടെയെങ്കിലും ഒരു നദി കാണാൻ ഏതെങ്കിലും ഒരു ഭാഗത്തൂടി നദി ഒഴുകുന്നത് കാണാൻ സാധിച്ചു കഴിഞ്ഞാൽ ആ വ്യക്തിക്ക് കിത്തന ആനന്ദ് ഹോത്താ ഹെ, എത്ര സന്തോഷമായിരിക്കും ഉണ്ടാവുക.
दोनों के बीच का अंतर फौരൻ മാലൂം ഹോ ജാതാ ഹെ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നദി, പട്ടണത്തിലൂടെ ഒഴുകുന്ന നദിയുടെയും അതുപോലെ തന്നെ ഗ്രാമത്തിലൂടെ ഒഴുകുന്ന നദിയുടെയും വ്യത്യാസം രണ്ടും രണ്ടായിരിക്കും. നദി ഈശ്വർ നഹി ഹെ ബൽക്കി ഈശ്വർ കാ സ്മരൺ കരാനെ വാല ദേവതാ ഹെ. ഇനി ലേഖകൻ പറയുന്നത് എങ്ങനെയാണ്, ഈ നദി ഈശ്വർ നഹി ഹെ, നദികൾ അല്ലെങ്കിൽ നദി ഈശ്വരനെന്നും അല്ല, ഒരു ദൈവമൊന്നും അല്ല. ബൽക്കി മറിച്ച് ഈശ്വർ കാ സ്മരൺ കരാനെ വാല ദേവതാ ഹെ. കണ്ട, മറിച്ച് ഈശ്വരനെ സ്മരൺ കരാനെ വാല, ഓർമ്മിപ്പിക്കുന്ന ദേവത, ഒരു ദൈവം അല്ലെങ്കിൽ ദേവതയാണ്. അപ്പോൾ ശരിക്ക് നദി സാക്ഷാൽ ഈശ്വരനല്ല, എന്നാൽ ഈശ്വരനെ ഓർമ്മിപ്പിക്കുന്ന ദൈവതുല്യമായ ഒന്നാണ്. ഗുരു കോ വന്ദൻ കർന ആവശ്യക് ഹെ തോ നദി കോ ഭി വന്ദൻ കർന ഉചിത് ഹെ. എന്നിട്ട് ലേഖകൻ പറയുന്നത് എങ്ങനെയാണ്, ഗുരു കോ വന്ദൻ കർന ആവശ്യക് ഹെ. ഗുരുനാഥനെ വന്ദിക്കേണ്ടത് വളരെ ആവശ്യമാണ് അല്ലേ. നമുക്ക് വിദ്യ പറഞ്ഞു തരുന്ന ഗുരുനാഥൻ, ആ ഗുരുനാഥനെ വന്ദിക്കേണ്ടത് വളരെ ആവശ്യമാണ്. അതുപോലെ നദി കോബി വന്ദൻ കർണ ഉചിത് ഹെ, അതുപോലെ തന്നെയാണ് ഒരു നദിയെ വന്ദിക്കുന്നതും വളരെ ഉചിതമായ കാര്യം, വളരെ നല്ല കാര്യമാണ് എന്നാണ് പറയുന്നത്. അപ്പം അത്രയും ചുരുക്കി പറഞ്ഞാൽ നമ്മൾ നദിയെ ഒരു മാതാവായിട്ട് അല്ലെങ്കിൽ ഈശ്വരനെ ഓർമ്മിപ്പിക്കുന്ന ഒരു ദൈവ തുല്യമായ ഒന്നായിട്ട് കാണണം എന്നതാണ് അതിൻ്റെ ചുരുക്കം. ഇനി യഹ് തോ ഹുയി സാമാന്യ നദി കി ബാത്ത്. ഇപ്പോൾ ഇതുവരെ പറഞ്ഞു വന്നതൊക്കെ സാമാന്യ നദി കി ബാത്ത്, സാധാരണ നദികളുടെ കാര്യം. ഇതുവരെ പറഞ്ഞു വന്നതൊക്കെ സാധാരണ ഒരു നദിയുടെ കാര്യം. കിന്തു ഗംഗാ മയ്യ തോ ആര്യജാതി കി മാതാ. പക്ഷേ ഇതിൽ നിന്നൊക്കെ വ്യത്യസ്തമാണ് നമ്മുടെ ഗംഗാ നദി. കാരണം ഗംഗ ആര്യജാതി കി മാതാ ഹെ, ആര്യ സംസ്കാരത്തിൻ്റെ മാതാവാണ്. आर्यों के बड़े बड़े साम्राज्य इस नदी के तट पर स्थापित हुई. കാരണം ആര്യന്മാരുടെ ബഡേ ബഡേ സാമ്രാജ്യ, വലിയ വലിയ സാമ്രാജ്യങ്ങൾ, ആര്യ സംസ്കാരത്തിലെ രാജാക്കന്മാരുടെയൊക്കെ വലിയ വലിയ സംസ്കാരങ്ങൾ ഇസ് നദി കെ തട്ട് പർ, ഈ നദിയുടെ തീരത്താണ് സ്ഥാപിത് ഹുയേ, ജന്മം കൊണ്ടിട്ടുള്ള അല്ലെങ്കിൽ സ്ഥാപിക്കപ്പെട്ടിട്ടുള്ളത്. അപ്പോൾ ആര്യ സംസ്കാരത്തിൻ്റെ മാതാവാണ് ഗംഗാ നദി. ആര്യ സംസ്കാരത്തിലെ വലിയ വലിയ രാജാക്കന്മാരുടെയൊക്കെ സാമ്രാജ്യങ്ങൾ ഈ നദിയുടെ തീരത്താണ് സ്ഥാപിക്കപ്പെട്ടിട്ടും ഉള്ളത്. അങ്ങനെ സ്ഥാപിക്കപ്പെട്ടിട്ടുള്ള കുറച്ച് രാജവംശങ്ങളുടെ പേരുകളാണ് ഇനി പറയുന്നത്. ഏതൊക്കെ? കുരു പാഞ്ചാൽ ദേശ്. കുരു പാഞ്ചാൽ ദേശ് കേട്ട് കാണും നിങ്ങൾ. കുരുക്ഷേത്രം എന്നൊക്കെ കേട്ടിട്ടില്ലേ? കുരു പാഞ്ചാലദേശം എന്നൊക്കെ പുരാണ കഥകളിൽ എവിടെയെങ്കിലുമൊക്കെ കേട്ടിട്ടുണ്ടായിരിക്കും. അപ്പോൾ കുരു പാഞ്ചാലദേശ്, ഈ ഗംഗാ നദിയുടെ തീരത്ത് ഉണ്ടായിട്ടുള്ള ഒരു വലിയ സാമ്രാജ്യം, ഒരു രാജഭരണം നടന്നിരുന്ന പ്രദേശം. പണ്ടുകാലത്തൊക്കെ രാജഭരണങ്ങളായിരുന്നല്ലോ എല്ലായിടത്തും. അപ്പോൾ കുരു പാഞ്ചാലദേശ് ഈ ഗംഗാ നദിയുടെ തീരത്തായിരുന്നു സ്ഥാപിക്കപ്പെട്ടത്. അതുപോലെ തന്നെ അങ്ക് ബംഗ് ദേശ്, അംഗദേശം, ബംഗദേശം, ഇതൊക്കെ ഈ ഗംഗയുടെ തീരത്ത് ഉടലെടുത്തിട്ടുള്ള സാമ്രാജ്യങ്ങളായിരുന്നു. പിന്നെ ആജ് ഭി ഹിന്ദുസ്ഥാൻ കി ആബാദി ഗംഗാ കെ തട്ട് പർ സബ്സെ അധിക് ഹെ. ആജ് ഭി, ഇന്നും, ഹിന്ദുസ്ഥാൻ കി ആബാദി, നമ്മുടെ ഇന്ത്യയുടെ ആബാദി ജനസംഖ്യ, ഗംഗാ കെ തട്ട് പർ സബ്സെ അധിക് ഹെ, ഗംഗാ നദിയുടെ തീരത്താണ് സബ്സെ അധിക്, ഏറ്റവും കൂടുതലുള്ളത്. അപ്പോൾ ഇന്നും നമ്മുടെ ഭാരതത്തിലെ ജനസംഖ്യ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ ഗംഗാ നദിയുടെ തീരത്താണ് ഏറ്റവും കൂടുതൽ ജനങ്ങൾ തിങ്ങിപ്പാർക്കുന്നതായിട്ട് കാണാം. ഏറ്റവും കൂടുതൽ ജനസംഖ്യ ഉള്ളതും ഈ ഗംഗാ നദിയുടെ തീരപ്രദേശങ്ങളിലായിട്ടാണ് എന്നാണ് ലേഖകൻ പറയുന്നത്. അപ്പോൾ ഇന്ന് നമുക്ക് ഇത്രയും ഭാഗം എടുത്താൽ മതി. ബാക്കി അടുത്ത ദിവസം അടുത്ത ക്ലാസ്സിൽ ആവാം. ധന്യവാദ്.